ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നാം ഉണർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവം നമ്മെ താങ്ങിയത് കൊണ്ടാണ്. എത്ര പേർക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. എല്ലാ പ്രഭാതത്തിലും ദൈവം നമ്മെ താങ്ങുകയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതെ, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. എന്നാൽ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ഒരു ജീവിതം, ഒരു കുടുംബം നമുക്ക് നൽകിത്തരാൻ യേശു മതിയായ ദൈവമാണ്. എന്നാൽ ഇന്ന് പകൽ എത്ര പേർക്ക് നന്ദിയുണ്ട്. ദൈവം സുഖകരമായ ഉറക്കം തരുന്നു. ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നു. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്നത്, നമ്മെ ശുശ്രൂഷിക്കുന്നത്, നമ്മെ സംരക്ഷിക്കുന്നത് എത്ര പേർ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. നന്ദിയുള്ളൊരു ഹൃദയം ഇന്ന് പകൽ നമുക്കുണ്ടാകണം. എന്നും പ്രഭാതത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാണ്. ഇന്ന് പകൽ നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. രാജകൊട്ടാരത്തിൽ രാജപദവി അലങ്കരിക്കുമ്പോഴും ദാവീദ് പറയുന്നത്, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എന്തുമാത്രമുണ്ട്. ദൈവം നടത്തുന്നു, ദൈവം നിർത്തുന്നു എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാനും പുകഴാനുമുള്ളത്? അതെ, അവൻ നമ്മെ ഇനിയും നടത്തും. അവൻ ജീവപര്യന്തം നടത്തും. നരയ്ക്കുവോളം ചുമക്കും. വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവനായ ദൈവം, കരുതുന്നവനായ ദൈവം ഒടുവിലത്തെ സമയം വരെയും നമ്മെ നടത്തും. ഒടുവിൽ അവൻ നമ്മെ ഭവനത്തിലേക്ക് ചേർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ഇനിയും നിങ്ങളെ താങ്ങും, ഇനിയും നിങ്ങളെ സഹായിക്കും. ഇന്ന് പകൽ നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. നന്ദിയോടെ ദൈവത്തെ പാടി സ്തുതിക്കണം. ദൈവത്തിന് മഹത്വം കരയറ്റണം. ദൈവം ഇനിയും നടത്താൻ വിശ്വസ്തനാകയാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ നമ്മുടെ പ്രവൃത്തികളെ ആരംഭിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.